വിന്നേഴ്സ് അക്കാഡമിയുടെ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിംഗ് എന്ന പാഠത്തിൻ്റെ 12ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ കൃഷ്ണൻ. ഒരു 40-41 വർഷത്തിലേറെ അക്കൗണ്ടൻസി പഠിപ്പിച്ച പരിചയസമ്പത്ത് എനിക്കുണ്ട്. ആയിരക്കണക്കിന് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ +1 +2 പരീക്ഷ വരാൻ പോകുമ്പോൾ ആ കുട്ടികൾക്ക് യോജിച്ച ഉപകാരപ്രദമായ രീതിയിലുള്ള ക്ലാസ്സുകളാണ് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ദിവസം ട്രേഡിംഗ് ആൻഡ് പ്രൊഫഷണൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് നടത്തുന്നതിന് വിശദമായി പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന +1 മോഡൽ പരീക്ഷയുടെ ലാസ്റ്റ് ചോദ്യമായിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രൊഫഷണൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റും ചോദിച്ചിരുന്നു. ഇനിയും +1 പറ്റി എന്തെങ്കിലും അറിയുന്നവർക്ക്, അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് വേണ്ടി എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9847580983. വളരെ വിശദമായി ഓരോ പാഠവും പരീക്ഷയിൽ ജയിക്കാൻ പാഠത്തിന് പറഞ്ഞു തരാൻ കഴിയും. ഇന്ന് നിങ്ങൾക്ക് +1 വേണ്ടി ഒരു ചെറിയ പാഠം കഴിഞ്ഞ ദിവസത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഡിപ്രിസിയേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം തേയ്മാനം. ഡിപ്രിസിയേഷൻ ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഡ്യൂ ടു ദി എഫക്ട് ഓഫ് വിയർ ആൻഡ് ടിയർ, പാസേജ് ഓഫ് ടൈം ആൻഡ് ഒബ്സോർബൻസ്. അസറ്റിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കാൻ പഠിച്ചു. ദീർഘകാല ഉപയോഗത്തിലേക്ക് വേണ്ടി വാങ്ങുന്ന അസറ്റാണ് ഫിക്സഡ് അസറ്റ്. ഹ്രസ്വകാല ആവശ്യത്തിലേക്ക് മേടിക്കുന്ന അസറ്റാണ് കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ഫർണിച്ചർ തുടങ്ങിയവ. ഇത്തരം ഫിക്സഡ് അസറ്റ്സിൻ്റെ വിലയിൽ ഉണ്ടാകുന്ന കുറവ് കാരണം എന്തുമായിക്കോട്ടെ, whatever may be the reason, if there is any decrease in the value of fixed assets, that amount is called depreciation. തേയ്മാനം മൂലമോ കാലപ്പഴക്കമുണ്ടോ പുതിയ കണ്ടുപിടുത്തത്തിൻ്റെ ഫലമായിട്ട് പഴയ അസറ്റ് പുറന്തള്ളുമ്പോഴുണ്ടോ നഷ്ടമുണ്ടോ ഡിപ്രിസിയേഷൻ ഉണ്ടാകും. അതിന് 3 കാരണങ്ങളാണ്: വിയർ ആൻഡ് ടിയർ കാലപ്പഴക്കം, തേയ്മാനം, പാസേജ് ഓഫ് ടൈം കാലപ്പഴക്കം, ഒബ്സോൾസൻസ് പുതിയ കണ്ടുപിടുത്തത്തിൻ്റെ ഫലമായിട്ട് പഴയ അസറ്റിൻ്റെ വില അല്ലെങ്കിൽ മാറ്റി വയ്ക്കും. മിഷനറി അല്ലെങ്കിൽ അതുപോലെയുള്ള മെഷീൻ ഐറ്റംസിനാണ് തേയ്മാനം എന്ന കാരണം വരുന്നത്. ഫർണിച്ചർ പോലെയുള്ള അസറ്റിന് ഉപയോഗം മൂലം കാലപ്പഴക്കം കൊണ്ട് വിലയിൽ കുറവ് വന്നാൽ അതാണ് പാസേജ് ഓഫ് ടൈം. ഒബ്സോൾസൻസ് എന്ന് പറയുന്നത് മിക്സി കണ്ടുപിടിച്ചതോടുകൂടി പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അരകല്ല് ഔട്ടായി. അപ്പോൾ ആ അരകല്ലിന് വേണ്ടി മുടക്കിയ പൈസ നമുക്ക് എന്നേക്കുമായി നഷ്ടമാകും. അതാണ് ഒബ്സോൾസൻസ്, ഓൾഡ് ഫാഷൻ എന്നർത്ഥം. ഗ്രൈൻഡർ വന്നതോടുകൂടി ആട്ടുകല്ലിൻ്റെ ഉപയോഗം, മൊബൈൽ വന്നതോടുകൂടി ലാൻഡ് ഫോണിൻ്റെ ഉപയോഗം, ഇങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തത്തിൻ്റെ ഫലമായി പഴയ അസറ്റ് പുറന്തള്ളപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടമാണ് ഒബ്സോൾസൻസ്. റീസൺ എന്താണെങ്കിലും ഒബ്സോൾസൻസ്, പാസേജ് ഓഫ് ടൈം, വിയർ ആൻഡ് ടിയർ ഈ 3 കാരണങ്ങളാൽ ഫിക്സഡ് അസറ്റിൻ്റെ വില താഴോട്ട് പോകുന്നു, കുറഞ്ഞു വരികയാണെങ്കിൽ അതാണ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ മെഷീനറിക്ക്, ഫർണിച്ചറിന്, ലാൻഡ്, ബിൽഡിങ്ങിനൊക്കെ ഉണ്ടാകുമ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ചിലവായതുകൊണ്ട് ചിലവുകളെ ഡെബിറ്റ് ചെയ്യണമെന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നോമിനൽ അക്കൗണ്ടിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡിപ്രിസിയേഷൻ ഉണ്ടാകുമെങ്കിൽ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് അല്ല ടു മിഷനറിയുടെ വില അല്ലെങ്കിൽ ടു എനി അസറ്റ് എൻട്രി ഡിപ്രിസിയേഷൻ അക്കൗണ്ട് അസറ്റ്. ഈ ഡിപ്രിസിയേഷൻ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയതുകൊണ്ട് അതിൻ്റെ രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബൈ പാസിംഗ് എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഡിപ്രിസിയേഷൻ. 2 എൻട്രിയാണ് ഇതിന് വരികയുള്ളൂ. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ടു മിഷനറി അല്ലെങ്കിൽ അസറ്റ്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഡിപ്രിസിയേഷൻ. ഇനി ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് മെത്തേഡുകളുണ്ട്. പക്ഷേ +1 സംബന്ധിച്ചിടത്തോളം 2 പഠിക്കാറുണ്ട്. എല്ലാ വർഷവും ഒരു നിശ്ചിത എമൗണ്ട്
ഒരു നിശ്ചിത ശതമാനം യഥാർത്ഥ വിലയുടെ കണ്ടുപിടിച്ച് ഡിപ്രിസിയേഷൻ കണക്കാക്കിയാൽ അതിനെയാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അതും അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. മെത്തേഡിൻ്റെ പേര് ഓർമ്മയിൽ വയ്ക്കുക, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. ആ മെത്തേഡിൻ്റെ പേരിനകത്ത് തന്നെയുണ്ട് എല്ലാ വർഷവും ഡിപ്രിസിയേഷൻ ഒരു നിശ്ചിത എമൗണ്ടാണ്. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, മറ്റു പേരാണ് ഓർമ്മ വയ്ക്കണം, ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. യഥാർത്ഥ വിലയുടെ നിശ്ചിത ശതമാനം ഡിപ്രിസിയേഷനായിട്ട് കണക്കാക്കുന്ന മെത്തേഡാണ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഇപ്പോൾ 10,000 രൂപയുടെ മെഷീനറി മേടിച്ചു, 10% ഡിപ്രിസിയേഷൻ എങ്കിൽ 10,000-ന് 10%-മായ 1,000 രൂപ ഓരോ വർഷവും ഡിപ്രിസിയേഷനായിട്ട് കണക്കാക്കും. ഫസ്റ്റ് ഇയറിൽ 1,000, സെക്കൻഡ് ഇയറിൽ 1,000, തേർഡ് ഇയറിൽ 1,000, ഫോർത്ത് ഇയറിൽ 1,000, ഇങ്ങനെ എല്ലാ വർഷവും ഡിപ്രിസിയേഷൻ നിശ്ചിത എമൗണ്ട് കണക്കാക്കുന്ന മെത്തേഡാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അതും അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. രണ്ടാമതൊരു മെത്തേഡുണ്ട് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ മെത്തേഡ്. ഈ മെത്തേഡ് പ്രകാരം ഓരോ വർഷവും ചാർജ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് ശേഷമുള്ള വിലയ്ക്കാണ് അടുത്ത വർഷം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഫസ്റ്റ് ഇയറിൽ ഡിപ്രിസിയേഷൻ 10,000 രൂപ 10% നമ്മൾ കണ്ടുപിടിച്ചു, 1,000 രൂപ ഡിപ്രിസിയേഷൻ. സെക്കൻഡ് ഇയറിൽ അസറ്റിൻ്റെ വില 10,000-ന് 1,000 കുറച്ചിട്ട് 9,000 ആണ്. ഈ 9,000 രൂപയുടെ 10%, അതായത് 9,000 രൂപ. തേർഡ് ഇയറിൽ 9,900 കുറച്ച് കിട്ടുന്ന 8,100 10%, അതായത് 810 രൂപ. ഇങ്ങനെ ഓരോ വർഷത്തെയും ഡിപ്രിസിയേഷൻ കുറഞ്ഞ് വരുന്നത് കൊണ്ടാണ് ഈ മെത്തേഡിന് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, അതും അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്ന പേര്. അപ്പോൾ പ്രധാനമായും ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ രണ്ട് മെത്തേഡ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ഓർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓർ ഒറിജിനൽ കോസ്റ്റ്. രണ്ടാമത്തെ മെത്തേഡാണ് റെഡ്യൂസിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, അതും അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ. മെത്തേഡിൻ്റെ പേര് ഓർത്തിരിക്കുക. ഇത് വൺ ബോഡി വയ്ക്കും. വാട്ട് ആർ ദ റീസൺസ് ഫോർ പ്രൊവൈഡിംഗ് ഡിപ്രിസിയേഷൻ ചോദിക്കാം. 3 കാരണങ്ങൾ: ഇയർ ആൻഡ് ഇയർ, പാസേജ് ഓഫ് ടൈം, ഒബ്സോർപ്ഷൻ. ഇനി ഡിപ്രിസിയേഷൻ കണക്കാക്കിയിട്ട് കൺസേൺഡ് അസറ്റ്, ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ഫർണിച്ചർ തുടങ്ങിയ അക്കൗണ്ട് വരുന്നത്. ജസ്റ്റ് ഒരു മെഷീനറി അക്കൗണ്ടാണ് അതിനുള്ള മെഷീനറി അസറ്റ് മേടിക്കുമ്പോൾ ഫസ്റ്റ് ജാനുവരിയിൽ ടു ക്യാഷ്. ഏത് അസറ്റ് മേടിച്ചാലും ശരി അസറ്റ് അക്കൗണ്ട് ടു ക്യാഷ്, അസറ്റ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് എഴുതും. മേടിക്കുന്ന ഡേറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 20. ഇനി 31 ഡിസംബറിൽ ഈ 20,000 ഡിപ്രിസിയേഷൻ, അപ്പോൾ ബൈ ഡിപ്രിസിയേഷൻ 20,000 ഇൻറ്റു 10/100. ഓക്കെ, എക്സാമ്പിൾ 10%, 2,000. ഇനി വേറെ മേടിക്കുന്നുണ്ട് ആ വർഷമെങ്കിൽ എഗെയിൻ ടു ക്യാഷ്. ജൂലൈ 1, ഒക്ടോബർ 1 ഒറിജിനൽ മെഷീനറി മേടിച്ച ടു ക്യാഷ്. മേടിച്ചില്ലായെങ്കിൽ അപ്പോൾ വാങ്ങിക്കുന്നത് 20,000-ന് 2,000 കുറച്ചു ബാക്കി 18,000 രൂപ. അതിൻ്റെ ബാലൻസ് ഇത് എത്ര വർഷം? 3 വർഷം, 3 വർഷം, 5 വർഷം, 7 വർഷം ഇതിനെ കൊടുത്തുകൊണ്ടേ. സെക്കൻഡ് ഇയറിൽ 1/2012 ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ ഇവിടെ കിട്ടി 18,000. 31/12/2012 ബൈ ഡിപ്രിസിയേഷൻ മാറില്ല. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ആണെങ്കിൽ 20,000 രൂപ വരും. റെഡ്യൂസ്ഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ആണെങ്കിൽ 18,000 ഡിപ്രിസിയേഷൻ കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മെത്തേഡിന് റെഡ്യൂസ്ഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം എന്ന പേര് വന്നത്. ബാലൻസ് ചെയ്തു. മിച്ചം 16,200. അടുത്ത ഡേറ്റ് 1/1/2013 എഗെയിൻ ടു
ബാലൻസ് ബ്രോഡ് ഡൗൺ 16,031 റെഡ്യൂസിംഗ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം റിക്കോർഡ് ചെയ്യുന്നതനുസരിച്ച് 16,200 1620 ബാലൻസ് ചെയ്തു. ഇത് 4 വർഷം 5 വർഷം ഇങ്ങനെ പോകുന്നതുകൊണ്ടേയിരിക്കും. ഇതാണ് സിമ്പിളായിട്ട് അസറ്റ് അക്കൗണ്ട്. രണ്ടാമത്തെ റെഡ്യൂസിംഗ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം കുറച്ചുകൂടി എളുപ്പമാണ്. ഇതിനിടയ്ക്ക് പുതിയ മെഷീനറി അല്ലെങ്കിൽ ഫർണിച്ചർ വാങ്ങാം, വിൽക്കാം, അതും കൂടി കണക്കാക്കാം വെച്ചാൽ ഒരു 4 മാർക്ക് 5 മാർക്ക് ചോദ്യം ഉണ്ടാകും. ഡിപ്രിസിയേഷനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായി? ക്ലാസ് ഇഷ്ടമായി